കനത്ത മഴ ജില്ലയിൽ ജനജീവിതത്തെ സാരമായി ബാധിച്ചു. താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് രൂക്ഷമായി. തീരമേഖലകളിൽ കടലാക്രമണവും ശക്തമായി. 10 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 131 പേരെ മാറ്റിപ്പാർപ്പിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ലിബീഷ് ചേരുന്നു. ലിബീഷ്, എന്തൊക്കെയാണ് കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ ജില്ലയിലെ ദുരിതങ്ങൾ? കനത്ത മഴ ജില്ലയിൽ ജനജീവിതത്തെ സാരമായി ബാധിച്ചു. മലയോര തീരദേശ മേഖലകളിലെല്ലാം തന്നെ ശക്തമായ മഴ തുടരുകയാണ്. ജനങ്ങൾ വലിയ രീതിയിലുള്ള ദുരിതം അനുഭവിക്കുകയാണ്. മലയോര മേഖലകളിൽ മഴക്കെടുതികൾ രൂക്ഷമാണ്. തീരദേശ മേഖലയിലാകട്ടെ കടൽക്ഷോഭവും രൂക്ഷം. താഴ്ന്ന പ്രദേശങ്ങളെല്ലാം തന്നെ വെള്ളക്കെട്ട് ഭീതിയിലാണ്. പലയിടങ്ങളിലും വെള്ളം കയറിയിട്ടുണ്ട്. ഗ്രാമീണ മേഖലയിൽ തോടുകൾ നിറഞ്ഞു കവിഞ്ഞൊഴുകുകയാണ്. ഗതാഗത സംവിധാനങ്ങളെയും രൂക്ഷമായ മഴക്കെടുതികൾ ബാധിച്ചിട്ടുണ്ട്. തൃശ്ശൂർ നഗരത്തിലേക്ക് വന്നാൽ പെരിങ്ങാവ് പ്രദേശത്താണ് വെള്ളക്കെട്ട് രൂക്ഷമായിട്ടുള്ളത്. അവിടെ വീടുകളുടെ വാതിൽപ്പടിയിൽ വരെ വെള്ളം കയറിയിട്ടുണ്ട്. കഴിഞ്ഞ കൊല്ലവും ഈ പ്രദേശത്ത് രൂക്ഷമായ വെള്ളക്കെട്ടാണ് അനുഭവപ്പെട്ടത്. സമാനമായ സ്ഥിതിവിശേഷമാണ് ഇക്കൊല്ലവും അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യാനുള്ളത്. അന്തിക്കാട് മേഖലയിലും വെള്ളക്കെട്ട് രൂക്ഷമാണ്. അന്തിക്കാട് മേഖലയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ സലഫി മസ്ജിദ് വളപ്പിലും തച്ചിൽ ജേക്കബിൻ്റെ വീട്ടിലും വെള്ളം കയറി. ജേക്കബിൻ്റെ വീട്ടിലെ ശുചിമുറികൾ ഉപയോഗശൂന്യമായി. വീട്ടുകാർ വലിയ ദുരിതമാണ് അനുഭവിക്കുന്നത്. കെ മേനോൻ ഷെഡിന് സമീപത്തെ തണ്ണീർത്തടം നിറഞ്ഞു കവിഞ്ഞൊഴുകിയും വലിയ ദുരിതമാണ് ഉണ്ടായിരിക്കുന്നത്. അവിടെ പുറമ്പോക്ക് തോട് ശുചീകരിക്കാത്തതാണ് ഈ തണ്ണീർത്തടം നിറഞ്ഞു കവിഞ്ഞ് ഒഴുകാൻ കാരണമെന്നാണ് നാട്ടുകാർ പറയുന്നത്. തീരദേശ മേഖലയിലും മഴക്കെടുതികൾ രൂക്ഷമാണ്. എടത്തുരുത്തി, കയ്പമംഗലം, പെരിഞ്ഞനം പഞ്ചായത്തുകൾ ദുരിതത്തിലാണ്. പെരിഞ്ഞനത്ത് ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട്. ജില്ലയിലാകെ 10 ദുരിതാശ്വാസ ക്യാമ്പുകളാണ് തുറന്നിട്ടുള്ളത്. 10 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 131 പേരാണ് കഴിയുന്നത്. അങ്ങനെ പല രീതിയിലുള്ള ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ്. തീരദേശ മേഖലയിൽ കടൽക്ഷോഭം രൂക്ഷമാണ്. ചിലർ ബന്ധുവീടുകളിലേക്ക് താമസം മാറ്റിയിട്ടുണ്ട്. മറ്റു ചിലർ ദുരിതാശ്വാസ ക്യാമ്പുകളിലാണ് അഭയം തേടിയിട്ടുണ്ട്. കാലവർഷത്തിൽ നാശനഷ്ടങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നു. കണ്ടാണശ്ശേരിയിൽ പാചകപ്പുരയും തൊഴുത്തും തകർന്നു വീണു. മാള വടമയിൽ വീടിൻ്റെ ട്രസ് തകർന്നു വീണ സംഭവം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വാഗയിൽ കനത്ത മഴയിൽ തെങ്ങ് വീണ് പശു ചത്ത സംഭവം റിപ്പോർട്ട് ചെയ്യുന്നു. അങ്ങനെ വളരെ വ്യാപകമായ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മഴയും മഴക്കെടുതികളും ജില്ലയിൽ തുടരുകയാണ്.